നല്ലതാ കാണുന്നത് കൂടാതെ നീ മാറിയാണെങ്കിൽ നീ അതിന് തെരുവ് കൊണ്ടുപോകണേ തിരുമ്പ് വേണ്ടടി വന്നിട്ട് നീ എന്നെ പറ്റുവേ അപ്പക്കിനെ ചൊല്ലുവേ അപ്പക്കിട്ട് ചൊല്ലിയ നീ എന്നെ പറ്റുവേ മാമനക്കിട്ട് ചൊല്ലുവേണ്ടി എന്നെ കൊടുത്താല് മാമനൊക്കെ ചൊല്ലാല് നീ എന്നെ പറ്റുവേ സർവസസ്യ പിതാവ് ഏവന്റെ ആത്മാവിന് ശാന്തി കിട്ടരുത്. സംഭവിച്ചു അവൻ എന്തായാലും മരിച്ചവൻ എന്തായാലും തിരിച്ചു വരാൻ പോകുന്നില്ല. ഇവരെ കിടന്ന് ബഹളവും ലഹളയും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഈ സമയത്ത് മാമൻ പറയാൻ പറ്റുന്ന കാര്യമാണോ എന്നറിയില്ല. എന്നാലും മാമൻ പറയാം. മാമന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. എനിക്കൊപ്പം നെഗറ്റീവ് ചിന്താഗതി മാറ്റ്. അതല്ല ഉദ്ദേശിച്ചത്. മാമ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ? അവൻ എന്തായാലും മരിച്ചു. എനിക്ക് വേറൊരു കല്യാണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വേറെ കല്യാണം കഴിക്കണോ ഞാൻ? അയ്യോ ഇങ്ങനെ മുഖത്ത് നോക്കി എങ്ങനെ മാമ അത് പറയാൻ തോന്നിയത്? എനിക്കൊരു കല്യാണം വേണ്ട. എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട മാമ. ഇപ്പോഴോ? അപ്പൊ പിന്നെ എപ്പോഴും 2 ദിവസം കഴിഞ്ഞിട്ട് മതിയാണോ? ഈ 2 ദിവസം നീ എങ്ങനെ പിടിച്ചു നിൽക്കും? ഇന്ന് തന്നെ മരിക്കാൻ കൊണ്ടല്ലോ 1-ാം തീയതി. നാളെ ആണെങ്കിൽ ഒക്ടോബർ 2. നാളെ കിട്ടത്തില്ല. മറ്റന്നാൾ പൊളിച്ചനെ അടിച്ച് പൊളിച്ചനെ. എനിക്ക് മനസ്സിലായില്ല. ആരേത്? ഞാൻ മെമ്പറാ. അല്ലെ മെമ്പർ ഓണം മെമ്പറാണോ ക്രിസ്മസ് മെമ്പറാണോ? ഓണം മെമ്പർ ക്രിസ്മസ് മെമ്പറും അല്ല, പഞ്ചായത്ത് മെമ്പർ. പഞ്ചായത്ത് മെമ്പർ. ഞാനിവിടെ ഇല്ലായിരുന്നു. നീ ഡൽഹിക്ക് പോയതാണ്. അല്ല ഇത് സഞ്ചാര ദിവസമല്ലേ ഇഡലിക്ക് പോകുന്നത്? ഇന്ന് ഇഡലിക്ക് പോകുന്നത് ഇതിലെല്ലാം ഡൽഹിക്ക് പ്രധാനമന്ത്രിയെ കാണാൻ പോയതാ. അപ്പോഴാണ് എനിക്ക് ഫോൺ വരുന്നത് കുട്ടൻ ചത്തു. അപ്പൊ തന്നെ ഒരു കള്ളവണ്ടി കയറി പാലക്കാട് വന്ന ഒരു കള്ളുവണ്ടിക്ക് കയറി അങ്ങനെ പോലും. ആട്ടെ ഈ കുട്ടൻ എങ്ങനെയാ ചത്തത്? ഉത്തരം മുട്ടി മരിച്ചു. അങ്ങനെ ഉത്തരം മുട്ടിയാണ് മരിച്ചത്. ദൈവം എല്ലാ ചോദ്യം ചോദിച്ചിട്ട് അങ്ങനെ ഉത്തരം മുട്ടി വെച്ചത്. അങ്ങനത്തെ വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചു ഉത്തരം മുട്ടി മരിച്ചെന്നല്ല പറഞ്ഞത്. ഈ പുള്ളി എടുത്ത് കുളിസയും കാണാൻ കയറിയാണ്. അപ്പൊ ഇത് ഇവര് കണ്ടു, വീട്ടുകാർ കണ്ടു. പുള്ളി എതാണ്ട് വിളിച്ച് ഈ പുള്ളിയുടെ തലയെന്ന് ഉത്തരത്തെ തിരിച്ചു ഉത്തരം മുട്ടി അവിടെ ഇരുന്ന് മരിച്ചു. അതെ, ഈ മരിച്ചയാൾ ആരായിട്ട് വരും? സുഹൃത്താണ്. സുഹൃത്ത് പിന്നെ അവിടെ ഒരു മാമനൊക്കെ ആയിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഈ പുള്ളിയാണ് എനിക്ക് വിഷം അടിച്ചത്. വിഷം അടിച്ചു തന്നു? വിഷ. ഓ വിസ. വിസ. അതിനാണ് ഈ വിഷം വെക്കാവുന്നത്. എങ്ങോട്ടുള്ള വിഷം? ഗൾഫിൽ പോലെ. ഗൾഫിൽ എന്ത് ജോലി? പനേക്കറ. നിങ്ങളെല്ലാം എത്തിയാണ്. ഈന്തപ്പനയില്ലേ? അതിലൊരു കുരുമില്ലേ? ഈന്തപ്പഴത്തിനുണ്ടാവുന്ന ഈന്തപ്പഴത്തിൽ കുരുവുണ്ട്. ഈന്തപ്പഴം. അതിന് ഈന്തപ്പഴത്തിനകത്തൊരു കുരുമില്ലേ? ഉണ്ട്. ആ കുരു അതിനകത്ത് നിറയ്ക്കാൻ. എങ്ങനെ? ഈന്തപ്പഴമില്ലേ? ഈന്തപ്പഴത്തിനകത്തൊരു കുരുമില്ലേ? ഉണ്ട്. ആ കുരു അതിനകത്ത് നിറയ്ക്കാൻ. ആക്ച്വലി സാറേ, ഓൾറെഡി ആ കുരു അതിന്റെ അകത്തുള്ളതല്ലേ? അല്ല ഇത് നിറയ്ക്കുന്നതാണ്. ഇപ്പൊ നിറച്ചോണ്ടിരിക്കുന്ന ആളെ ലീവിന് വരും. പിന്നെ ഞാൻ അങ്ങനെയാണ് ഇതിന്റെ സംഭവം. എത്ര രൂപ കൊടുത്തു? 2 ലക്ഷം രൂപ ബിസാക്കി കൊടുത്തു. അങ്ങനെയല്ല, അറബി പണം വെച്ച് നിങ്ങൾ തല്ലി. 2 ലക്ഷം രൂപ മഹാഭാവി. ആ പാവത്തിനായിരുന്നു 2 ലക്ഷം രൂപ മേടിച്ചിട്ട് കുത്തിയിരിക്കുവല്ലേ. ചേച്ചി, ശാന്തേച്ചി,
പോട്ടെ 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 ചേച്ചി, ഇപ്പൊ ഇത്തിരി വിഷമം ഉണ്ടെങ്കിലും പിന്നീട് സുഖം കിട്ടുന്ന ഒരു പരിപാടി ഞാൻ പറഞ്ഞു തരാം. അയ്യോ അതല്ല, ഉത്തരം മുട്ടിയാണല്ലോ മരിച്ചത്. അത് പഞ്ചായത്തിൽ പറഞ്ഞ പൈസ കിട്ടത്തില്ല. ഈ ഓട് മാറാൻ കയറിയപ്പോ ഓടന്ന് തന്നെ താഴെ വീണ് തല